കുറേ ക്രേപ്പ് കാണിച്ചു തന്നു. അതായത് കാഡ്ബറിയുടെ ഷെയ്ഡ് കാണിച്ചു തന്നിട്ടുണ്ട്, പ്രോപ്പർ എന്താ പറയാ ബ്രൈറ്റ് പിങ്ക് കാണിച്ചു തന്നിട്ടുണ്ട്, എല്ലാം ഡാർക്ക് ടോൺ സാരീസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ വീവിംഗ് പാറ്റേൺ വരുന്നത് ആന്റി ഗോൾഡും കാര്യങ്ങളായിട്ട് വന്നത്. എന്നാൽ അപ്പം ഈ ഡയമണ്ട് സെറ്റ് ഉള്ളവരെന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്താ പറയുക ഗോൾഡ് വേണ്ട അല്ലെങ്കിൽ ആന്റി ഗോൾഡ് വേണ്ട എന്ന് പറയുന്നത് എത്ര പേരുണ്ടാവും. അപ്പോൾ ക്രേപ്പിൽ പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണ്, വളരെ സോഫ്റ്റ് പിങ്ക്, നമ്മുടെ പേസ്റ്റൽ പിങ്ക് ആണ് സംഭവം. വീവിംഗ് വരുന്നത് സിൽവർ ആണ്. ഇത് നോക്കിക്കോ, കണ്ടോ, സിൽവർ ഫുൾ ഓൺ സിൽവർ വീവിംഗ് ആണ്. അതിനകത്തും സെൽഫ് പാറ്റേണും വരുന്നുണ്ട് കേട്ടോ. അതായത് നോക്കിയേ, സെൽഫ് പാറ്റേൺ എല്ലാം വരുന്നുണ്ട്. ഞാൻ ക്ലോസ് അപ്പ് കാണിക്കുമ്പോൾ ക്യാമറമാൻ ദൂരെ പോകും. ഇതേ കണ്ടോ, ഇതാണ് സംഭവം. പല്ലു ഉണ്ടോ, ഭയങ്കര റിച്ച് ആയിട്ടുള്ള സാരിയാണ്. ഗോൾഡ് വീവിംഗ് മാത്രം വരുമ്പോൾ മാത്രമല്ല റിച്ച്നെസ് തോന്നിക്കുന്നത്, ഇതുപോലെ പേസ്റ്റൽ സാരീസിലും അത്രയും ഭംഗിയുള്ള ക്രേപ്പ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യവും കാണിച്ച് വരുമ്പോഴത്തേക്കും ബാക്കി ഡാർക്ക് ഷെയ്ഡ്സ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ നമ്മുടെ പേസ്റ്റലിന്റെ കുറെ ഷെയ്ഡ്സ് ഉണ്ട്. പ്രോപ്പർ ഓഫ് വൈറ്റ് വരുന്നുണ്ട്, നമ്മുടെ കയ്യിൽ ഗോൾഡൻ ഷെയ്ഡ് വരുന്നുണ്ട് സാരിക്ക്. അങ്ങനെ പേസ്റ്റൽ ഷെയ്ഡ്സിലും ക്രേപ്പ് അവൈലബിൾ ആണ്. അതിനകത്തും വളരെ യുണീക്ക് ആയിട്ടൊരു സാരി ഞാൻ ഇന്ന് കാണിച്ചത്. കാരണം നോർമൽ ക്രേപ്പ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് വീവിംഗ് മാത്രമേ കാണത്തുള്ളൂ. അതിനകത്ത് നിങ്ങൾക്ക് ഈ പാറ്റേൺസ് കാണുന്നത് ഭയങ്കര റെയർ ആണ്. അതേ കണ്ടോ, ഇത് കണ്ടോ, അകത്തൊക്കെ ചെറിയ ചെറിയ പാറ്റേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫംഗ്ഷൻ വെയർ ആണ്. ഇതൊന്നും ഡെയിലി ബേസിസിൽ എടുക്കാൻ പറ്റുന്ന സാരീസ് അല്ല. കോസ്റ്റ് വരുന്നത് 14,500 റുപ്പീസ് ആണ്. സിംഗിൾ പീസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇതേ പല്ലു കണ്ടോ, ബ്ലൗസും ഇതുപോലെ ഹെവി എന്താ പറയാ എംബ്രോയിഡറിയും കാര്യങ്ങളൊക്കെ വരുന്നത്. എംബ്രോയിഡറി അല്ല, വീവിംഗ് വരുന്നതാണ്. നമ്മുടെ അടുത്ത് ചായ തരുന്ന ചേട്ടൻ വന്നപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ചായയുടെ മുഖം വന്നു. ബൈ.